अमल के पी अमल है अमल अमल അമൽ ഉണ്ടോ അത് ഓണാക്കി വെച്ചിട്ട് പോയതാ പ്രസന്റ് സാർ അമൽ കെ പി അമൽ അമൽ കെ പി അമൽ കെ പി ഉണ്ടോ ഓണാക്കി വെച്ചിട്ട് പോയതല്ലേ അനന്തു ഉണ്ട് അനന്തു അമൽക്ക് സന്തോഷം ഓക്കെ എന്തു ചെയ്തിനാ പ്രോബ്ലം ചെയ്തിനാ എന്തു പ്രോബ്ലം ചെയ്തിനാ ഹലോ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാവോ ചെയ്തിനാ പ്രോബ്ലം ചെയ്തിനാ പ്രോബ്ലം ചെയ്തിട്ടില്ല എന്തിനാ പ്രോബ്ലം ചെയ്തിരുന്നു ഇത് തരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ടാട്ടോ എനിക്കിത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിൽ കാര്യമൊന്നുമില്ല ഓക്കെ അശ്വിൻ ചെയ്തിന അശ്വിനി അശ്വിൻ പ്രോബ്ലം ചെയ്തിനാ കിട്ടാൻ വേണ്ടി ഞാൻ അതിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല അതിന് ചെയ്ത് നോക്കിനാ ശ്രമിച്ചിനാ കിട്ടിയില്ല പോട്ട് അപ്പൊ പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയില്ല എങ്ങനെ ചെയ്തിട്ടില്ല എടാ നിങ്ങൾക്ക് ഈ തരുന്നത് ഇത് നിനക്ക് സന്തോഷിക്കാനൊന്നല്ല നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലം ആകെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം അല്ലേ തരുന്നുള്ളൂ അത് ശനി ഞാൻ 2 ദിവസം ലീവ് ആയി എന്നിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല ഈ കണക്കിന് നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയ ഡെറിവേഷൻസ് ഒക്കെ ചെയ്തിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയെടുത്തോണ്ടിരുന്ന അത് ക്വസ്റ്റ്യൻ പോലും എഴുതിയിട്ടില്ല ക്വസ്റ്റ്യൻ എഴുതിയ ഭാഗ്യം ആൻസർ ആരും എഴുതിയിട്ടില്ല ആരെങ്കിലും ഒരാളുണ്ട് എഴുതിയത് ജിഷ്ണു എഴുതിനാ ജിഷ്ണു ഒക്കെ ക്വസ്റ്റ്യൻ എഴുതി ഞാൻ ഓർമ്മയില്ലേ എന്തോർമ്മയില്ലേനു ഇങ്ങനെ ഹോംവർക്ക് എന്ന കാര്യം ക്വസ്റ്റ്യൻ തന്നാ ബാക്കി ചെയ്യണം എന്നുള്ള കാര്യം ഇനി ഓർമ്മിപ്പിക്കണ ജിഷ്ണുവെ മറന്നുപോയി നടന്നുപോയി നന്നായി ആരും എഴുതിയിട്ടില്ല അപ്പോ നന്നായി അങ്ങനെ ആയിരിക്കണം എല്ലാരും ഭാഗത്തെ മൈക്ക് ഓഫ് ചെയ്തു കുറച്ച് ഓഫ് ചെയ്ത് വെക്കും വൈഷ്ണവ് എഴുതിനാ വൈഷ്ണവ് എഴുതിനാ പ്രോബ്ലം എഴുതിനാ സീക്കെ കുറച്ച് നേരം അന്ന് ആ സമയത്ത് ചെയ്ത് കുറച്ച് ചെയ്ത് അത്രേ ഉള്ളൂ പിന്നെ നോക്കിയിട്ടേ ഇല്ല പിന്നെ നോക്കിയില്ല ഓക്കെ വെരി ഗുഡ് ഇങ്ങനെ ആയിരിക്കണം കേട്ടാ നല്ല പുരോഗതിയാണ് ഇങ്ങനെ പോയാല് കുറെ എല്ലാ ലോഡും കൂടി ഒന്നിച്ച് വരുമ്പോ തിരിയും അവസാനം അന്നേരം മനസ്സിലാവുന്നില്ല എന്നുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടാ നിങ്ങളെ ഇതിനു വേണ്ടിട്ട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഈ പതുക്കെ എടുത്തിട്ട് പോകുന്നത് ഓക്കെ നോക്കൂ താല്പര്യം ഉണ്ടെങ്കിൽ പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ വിടുക അതിൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഓക്കെ വിസിബിൾ അല്ലേ സ്ക്രീൻ വിസിബിൾ അല്ലേ അല്ലേ സ്ക്രീൻ വിസിബിൾ അല്ലേ നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ റിപ്ലൈ പറ കാണുന്നുണ്ട് അതിനാ ചോദിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എന്ന പ്രോബ്ലം ഫോർ എ പ്രൊജക്ട് traveling in air the Mach angle is found to be 30 degree and determine the velocity of the projectile if the temperature of the air is minus 7 degrees Celsius, right? So എന്തൊക്കെ തന്നിട്ടുണ്ട്
നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് -7 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 266 കെൽവിൻ. ദെൻ മാക് ആംഗിൾ തന്നിട്ടുണ്ട് ആൽഫ. റൈറ്റ്? എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രൊജക്ടൈൽ വെലോസിറ്റി, അതായത് പ്രൊഡക്റ്റ് ഒബ്ജക്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, ലോക്കൽ വെലോസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ദെൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് വെച്ചിട്ട്? ടി വെച്ചിട്ട്. ഇക്വേഷൻ എന്താ? A is equal to gamma RT. Right? A is equal to gamma RT. ഗാമ എത്ര? എയർ ആണ് ഇവിടെ ട്രാവൽ ചെയ്യുക. ഫ്ലൂയിഡ് മീഡിയം എന്ന് പറയുന്ന എയർ ആണ് നമുക്ക് മനസ്സിലായിട്ട്. ഗാമ നമുക്കറിയാം 1.4 ആൻഡ് ആർ വാല്യൂ 287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ ടി വാല്യൂ 266. നമുക്ക് എത്ര കിട്ടും? എ എന്ന് പറയുന്നത് 326.92 കിട്ടും അല്ലെ? ഇനി മാക് ആംഗിൾ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1/m. ആ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സൂപ്പർസോണിക് ഫ്ലോന്റെ വേവ് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് അതിന്റെ വേവ് ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ വെച്ച് എന്ത് നമുക്ക് കിട്ടും? വേവ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ വെച്ച് നമുക്ക് എന്ത് കിട്ടും? മാക്കോൺ കിട്ടും. ഓക്കെ. മാക്കോണിന്റെ സെമി ആംഗിൾ ആണ് എന്ത്? മാക് ആംഗിളിന്റെ ഇക്വേഷൻ ആയിരുന്നു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1/m. സോ എം എന്താ? v/a ആണ്. സോ 1/m ഇസ് ഈക്വൽ ടു എന്ത് വരും? a/v വരും. സോ v നമുക്ക് എങ്ങനെ കിട്ടും? a നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു. Sin alpha നമുക്കറിയാം. Alpha angle 30 and sin 30. So we will get the value of velocity of projectile. That is 653.84 meter per second. ഏറ്റവും 2 സ്റ്റെപ്പിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. അതൊന്ന് ശ്രമിച്ചു നോക്കുകയും ചെയ്യാതെ തിരിച്ചു കൊണ്ടിരുന്നതിനാണ്. കാരണം ഹെവി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നല്ല ഇതൊക്കെ. നിങ്ങൾക്ക് ബേസിക് നിങ്ങൾക്ക് ആരും ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ പ്രോബ്ലം ഇടുന്നത്. ഇതൊന്നും നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേ വേണ്ട. നിങ്ങൾ എക്സാമിന് ഡാറ്റാ ബുക്ക് വെച്ച് തറവായിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതിന്റെ ഹൈ ലെവൽ പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവും. ഈ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് 2 സ്റ്റെപ്പിൽ ചെയ്യുന്ന പ്രോബ്ലം ചെയ്യാതെ നിങ്ങൾ എങ്ങനെയാ ബാക്കി ചെയ്യല്? ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റഫറൻസ് വെലോസിറ്റി ആണ്. റൈറ്റ്? റഫറൻസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കംപ്രസിബിൾ ഫ്ലോ അനാലിസിസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോ പാരാമീറ്റേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഫ്ലോ പാരാമീറ്റർ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന എല്ലാം ഫ്ലൂയിഡ് വെലോസിറ്റിയാണ്. റൈറ്റ്? ഈ ഫ്ലൂയിഡ് വെലോസിറ്റിന് നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് വെലോസിറ്റി ആയിട്ട് റേഷ്യോ എടുത്തിട്ടാണ് എപ്പോഴും പറയാം. ഫ്ലോ പാരാമീറ്റർ തമ്മിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടി. എന്താടാ ജിജോന് കേറാൻ പറ്റുന്നില്ല പോലും. ജിജോനാ? ആ ഒരു സെക്കൻഡ്. ജിജോ അപ്പൊ ഫസ്റ്റ് 2 അവർ കയറിയിട്ടില്ലെന്ന്? അവന്റെ ഫോണില് ചാർജ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഓക്കെ ജിജോ രാവിലെ ഉണ്ടായിട്ടില്ല ക്ലാസ്സിന്? എൻട്രി ആയില്ലേ? ജിജോ എൻട്രി ചെയ്യില്ലേ? ഓക്കെ. സോ നമ്മൾ റെഫറൻസ് വെലോസിറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു. സോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഡിഫറെന്റ് കംപ്രസിബിൾ ഫ്ലോ പാരാമീറ്റേഴ്സ് ഉണ്ട്. മെയിൻലി നമ്മൾ എടുക്കുന്നത് ഫ്ലൂയിഡ് വെലോസിറ്റി തന്നെയാണ് കംപ്രസിബിൾ ഫ്ലോ പാരാമീറ്റർ. ഇതിന് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് വെലോസിറ്റീസ് ഉണ്ട്. അത്തരം വെലോസിറ്റീസിനാണ് നമ്മൾ എന്താ പറയാ? റഫറൻസ് വെലോസിറ്റീസ് പറയുന്നത്. റൈറ്റ്? കംപ്രസിബിൾ ഫ്ലോ അനാലിസിസിൽ relationship between various flow parameters can be represented with the help of a several reference velocity. അല്ലാതെ നമ്മൾ ഈ ഫ്ലൂയിഡ് വെലോസിറ്റി ആണ് നമ്മൾ ഫ്ലോ പാരാമീറ്റർ ആയിട്ട് പറയുന്നത് മെയിൻ ആയിരിക്കും. അതിനെ ഒരു കൺവീനിയന്റ് ഫോമിൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് ആണ് എന്ത്? ഈ നോൺ ഡയമെൻഷണൽ നമ്പർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന certain സ്റ്റാൻഡേർഡ് വാല്യൂസ്, സ്റ്റാൻഡേർഡ് വെലോസിറ്റീസിനെയാണ് എന്താ പറയുക? റഫറൻസ് വെലോസിറ്റി. ഇനി ഈ നോൺ ഡയമെൻഷണൽ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക വെച്ചാൽ നമ്മളെ ഫ്ലൂയിഡ് വെലോസിറ്റിനെ ആ വെലോസിറ്റി ആയിട്ടൊന്ന് റേഷ്യോ എടുക്കും. റൈറ്റ്? ലൈക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റഫറൻസ് വെലോസിറ്റീസ് ഓർ സ്റ്റാൻഡേർഡ് വെലോസിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. റൈറ്റ്? ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. Then second one is stagnation velocity of sound. Then maximum velocity of fluid.
Local velocity of sound, stagnation velocity of sound, maximum velocity of fluid, then critical velocity of fluid. Right? Critical velocity of fluid. ഇതിന്റെ ഓരോന്നിന്റെയും കോമൺ നൊട്ടേഷൻസ് ആണ്. ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ എ എന്ന് പറയും, സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ എ നോട്ട് എന്ന് പറയും, ദെൻ മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡിനെ സി മാക്സ്, ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡിനെ സി സ്റ്റാർ ഓർ എ സ്റ്റാർ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇതിന്റെ റേഷ്യോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അതായത് നമ്മളെ ഫ്ലൂയിഡ് വെലോസിറ്റിനെ ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ടുമായിട്ട് റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടുക? ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ ആയിട്ടുള്ള മാക് നമ്പർ കിട്ടുന്നത്. മാക് നമ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് മാക് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ എഫക്ട്, കംപ്രസിബിലിറ്റിയിലെ മാക് നമ്പറിന്റെ എഫക്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നോക്കിയതാണ്. റൈറ്റ്? സോ ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എടുത്താൽ അതിന്റെ റേഷ്യോ പറയുമ്പോൾ എന്ത് വരിക? ഫ്ലൂയിഡ് വെലോസിറ്റി, ദ റേഷ്യോ ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി ആൻഡ് ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് കോൾഡ് മാക് നമ്പർ. സോ മാക് നമ്പർ നൊട്ടേഷൻ എം, ആൻഡ് മാക് നമ്പറിന് വേറെ ഫോർമാറ്റ് എന്താണ്? സി ഡിവൈഡ് ബൈ ഗാമ ആർ ടി. സോ ഗാമ ആർ ടി എന്താ? Velocity of local velocity of sound ആണ്. Right? Okay, then second one is stagnation speed of sound. So stagnation condition എന്തായിരുന്നു? എന്താ stagnation condition? വെലോസിറ്റി 0 ആണ്. വൈശാഖ് എന്താ പറ? വെലോസിറ്റി ആരാ പറഞ്ഞേ? 0 എങ്ങനെ? അതായത് വാട്ടറിന് പറഞ്ഞോ. ഹലോ, ക്ലിയർ ആവുന്നില്ലടാ. ക്ലിയർ ആവുന്നില്ലല്ലോ പറയുന്നത്. ഹലോ, നമ്മളെന്ത് ചെയ്യും? ഒരു ഇമാജിനറി ഐസെൻട്രോപിക്കലി എന്താക്കും? ഡീസിലറേറ്റ് ചെയ്യും ഫ്ലോനെ, അല്ലെ? ഫ്ലോനെ ഡീസിലറേറ്റ് ചെയ്ത് കൊണ്ടിട്ട് സീറോ വെലോസിറ്റിയിലേക്ക് എത്തിക്കും. റൈറ്റ്? ആ സീറോ വെലോസിറ്റിയിൽ എത്തിയിരിക്കുന്ന സ്റ്റേറ്റിനെയാണ്, അല്ലെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്? സോ ആ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലുള്ള വേരിയസ് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി? സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി നോക്കി, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നോക്കി, സ്റ്റാഗ്നേഷൻ പ്രഷർ നോക്കി, അല്ലെ? അതുപോലെ റിലേറ്റഡ് ആണ് എന്ത്? സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ട്. ആ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലെ സ്പീഡ് ഓഫ് സൗണ്ടിനെയാണ് എന്ത്? സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ നോട്ട് ചെയ്യുന്ന സീറോ, എ നോട്ടിനുള്ള സഫിക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് പെർഫെക്റ്റ് കേസ് എന്താ? നമ്മൾ എ നോട്ട് ഈസ് ഈക്വൽ ടു ഗാമ ആർ ടി സീറോ വരും. സോ ടി സീറോ എന്താ? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. റൈറ്റ്? നമ്മൾ മുന്നേ നമ്മുടെ അഡിയബാറ്റിക് ഇക്വേഷൻ പഠിച്ചില്ല കഴിഞ്ഞ ക്ലാസ്സിൽ? ഡെറിവേഷൻ, 3 ഡിഫറെന്റ് ഫോംസ് അഡിയബാറ്റിക് ഇക്വേഷന്റെ. റൈറ്റ്? അഡിയബാറ്റിക് ഇക്വേഷൻ പഠിച്ചില്ലേ? അതിനകത്ത് ഒരു പാർട്ടാണ് എന്ത് ചെയ്ത്? എ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഡി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എ നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഇതിന്റെ ഒരു പ്ലസ് ഇത് അടുത്ത പാർട്ട് എന്തായാലും സി മാക്സ് സ്ക്വയർ ബൈ 2 വരുന്നത്. ഇതായിരുന്നു എന്ത്? H0 എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ എന്താക്കി നമ്മൾ എവിടെ പഠിച്ചു? അഡിയബാറ്റിക് ഇക്വേഷന്റെ ഡെറിവേഷനിൽ പഠിച്ചാണ്. റൈറ്റ്? ഇനി ഇതിന്റെ ഈ രണ്ട് പാർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് എ നോട്ടിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? എയും ബിയും വെച്ചിട്ട്. അതായത് ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ടും ഒബ്ജക്ട് ഫ്ലോയിങ് വെലോസിറ്റി അല്ലെ ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി വെച്ചിട്ട് എന്തിനാ നമുക്ക് പറയാം? സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ടിന് ഒരു റിലേഷൻ ഉണ്ടാക്കാം. സോ ഇതിനെ ഒന്ന് എ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എ നോട്ട് സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 എന്താക്കും? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് വരും? എ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ബി സ്ക്വയർ കിട്ടും, അല്ലെ? അതുപോലെ വരുന്ന വേറെ റിലേഷൻ ആണെന്ന് ബി മാക്സും എ സ്റ്റാറും വെച്ച്, അതായത് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ടും മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡും. ഇത് രണ്ടും നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നതാണ്. എന്നാൽ ഇതിന്റെ കൂടുതൽ പറയുന്നതേ ഉള്ളൂ. സോ ഈ രണ്ടെണ്ണം വെച്ചിട്ടും എ നോട്ടിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്? സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ടിനെ നമുക്ക് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട് വെച്ചിട്ടും മാക്സിമം ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റിലേഷൻസ് ആണ് എന്ത്? എ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഗാമ പ്ലസ് 1/2 എ സ്റ്റാർ സ്ക്വയർ, അല്ലെങ്കിൽ ഗാമ മൈനസ് 1/2 ബി മാക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഗാമ മൈനസ് 1/2 ബി മാക്സ് സ്ക്വയർ. റൈറ്റ്? ക്ലിയർ അല്ലേ? ഈക്വേഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം നമുക്ക്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഡാറ്റാ ബുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറയുന്നത്. ഡാറ്റാ ബുക്ക് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുക. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിൽ ഒരുവിധം ഇക്വേഷൻസ് ഒക്കെ ഡാറ്റാ ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും.
പരമാവധി ഡാറ്റ ബുക്ക് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് നമുക്ക് അടുത്ത ആഴ്ച മുതൽ അടുത്ത ക്ലാസ് മുതൽ പ്രോബ്ലം ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഈ മൊഡ്യൂളിൽ ഉണ്ട്, അടുത്ത മൊഡ്യൂളിലും ഉണ്ട് ക്ലിയർ ആയിട്ട് പ്രോബ്ലംസ്. എത്രയും പെട്ടെന്ന് ഡാറ്റ ബുക്ക് എല്ലാവരും പർച്ചേസ് ചെയ്ത് വെക്കാൻ നോക്കുക. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട്. സോ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മളെ സോണിക് കണ്ടീഷൻ ഉണ്ടല്ലോ, സോണിക് ഫ്ലോ കണ്ടീഷൻ, നമ്മളെ റീജിയൻ ഡിഫറെന്റ് ഫ്ലോ റീജിയൻസ് പറയുന്നത് പറഞ്ഞാണ് സോണിക് ഫ്ലോ കണ്ടീഷൻ. റൈറ്റ്, സോണിക് ഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? മാക് നമ്പർ യൂണിറ്റി ആവുന്ന കണ്ടീഷൻ, മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ടും ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റിയും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. റൈറ്റ്, സോ ആ വെലോസിറ്റി ഓഫ് സൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ആ കണ്ടീഷനിൽ നമുക്കൊരു സ്പീഡ് കിട്ടുമല്ലോ. ആ മാക് നമ്പർ യൂണിറ്റി ആവുന്ന സ്റ്റേജിൽ നമുക്കൊരു സ്പീഡ് ഉണ്ടാവുമല്ലോ. ആ സ്പീഡിനെയാണ് എന്ത് പറയാ? ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയും. ക്രിട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട്, ക്രിട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട്. സോ എം ക്രിട്ടിക്കൽ വിൽ ബി ഈക്വൽ ടു, അതിന് ക്രിട്ടിക്കൽ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് സി സ്റ്റാർ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷന് സി നോട്ട് ആണെങ്കിൽ അല്ലെ എ നോട്ട് ആണെങ്കിൽ ക്രിട്ടിക്കലിന് ഉപയോഗിക്കുന്നതാണ് സി സ്റ്റാർ. സി സ്റ്റാർ ഡിവൈഡ് ബൈ എ സ്റ്റാർ ഈക്വൽ ടു 1 വരും, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ എന്താ പറയാ? സി സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ എന്ന് പറയാം. സോ എ സ്റ്റാർ ഈക്വൽ ടു ഗാമ ആർ ടി സ്റ്റാർ എന്ന് വരും. റൈറ്റ്, ബേസ് ഇക്വേഷൻ എല്ലാം ഇത് തന്നെയാണ്, ഗാമ ആർ ടി. അതിൽ T0 വന്ന എ നോട്ട് ആയിരിക്കും, ടി നോട്ട് വന്നാൽ എന്ത് വരും? എ നോട്ട് സ്റ്റാഗ്നേഷൻ കിട്ടും, ടി സ്റ്റാർ കിട്ടിയ എ സ്റ്റാർ കിട്ടും. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് പഠിച്ചിട്ടുണ്ട് അഡിയബാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്ത്? H0 is equal to H plus half C square. അല്ല, നമ്മുടെ ബേസിക് ആയിട്ട് പഠിച്ച ഇക്വേഷൻ ആണ്. H0 equal to H plus half C square. അതിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക് കണ്ടീഷൻ വരെ എന്ത് കൊടുക്കും? ക്രിട്ടിക്കൽ കണ്ടീഷൻ കൊടുത്തു. സോ H naught is equal to H star plus half C star square. സോ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സി പി നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്ത്? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. നമ്മൾ സ്റ്റാറ്റിക് കണ്ടീഷൻ എന്താ പറഞ്ഞത്? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഈക്വൽ ടു സം ഓഫ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ പ്ലസ് വെലോസിറ്റി ടെമ്പറേച്ചർ. റൈറ്റ്, സി സ്ക്വയർ ബൈ 2cp നമ്മൾ പറഞ്ഞ ടേം എന്തായിരുന്നു? വെലോസിറ്റി ടെമ്പറേച്ചർ. സോ T0 is equal to T star plus T star square divided by 2cp വരും. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് സൗണ്ട്. അതായത് സി സ്റ്റാറിനുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. C star will be equal to root of 2cp T naught by minus T star വരും. root of 2cp T naught minus T star വരും. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ഫോർ ദ ക്രിട്ടിക്കൽ മാക് നമ്പർ. ഈ T naught by T സ്റ്റാറിന് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എവിടെ? നമ്മള് മാക് നമ്പർ വെച്ചിട്ട് T naught by T ക്ക് ഒരു ഇക്വേഷൻ എഴുതിയിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? എവിടെ? T naught by T ക്ക് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി. എന്ത്? T naught by T is equal to 1 plus gamma minus 1 by 2 m square വരും. 1 plus gamma minus 1 by 2 m square. ഇനി ഇതിന്റെ നമ്മുടെ ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എന്താ സംഭവിക്കുക? m വാല്യൂ 1 ആയി. റൈറ്റ്, പിന്നെ ഇക്വേഷൻ എന്താ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 plus gamma minus 1 by 2 വരും. അപ്പൊ ഗാമ പ്ലസ് 1 by 2 വരും. സോ T naught by T എന്താവും? T സ്റ്റാർ ആവും. റൈറ്റ്, ക്രിട്ടിക്കൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നല്ലേ. സോ T naught by T star is equal to gamma plus 1 by 2 വരും. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ ഫോർമാറ്റിലേക്ക് കൊടുത്തത്. T naught by T star is equal to gamma plus 1 by 2 വരും. ഇനി ഗാമയുടെ വാല്യൂ നമ്മൾ എയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാമയുടെ വാല്യൂ 1.4 കൊടുത്ത ഇക്വേഷൻ എന്താവും? T naught by T star is equal to 1.2 വരും. അല്ലെ? 1.2 വരും. ഇനി ആ റേഷ്യോ, അതായത് ഈ ഇക്വേഷൻ T naught by T star എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ഗാമ പ്ലസ് 1 by 2, അതെന്ത് ചെയ്യും? നമ്മള് ഈ സി സ്റ്റാറിന്റെ ഇക്വേഷനിലേക്ക്, ഈ 2.41 എന്നുള്ള സി സ്റ്റാറിന്റെ ഇക്വേഷനിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി എന്ത് വരും? സി സ്റ്റാർ ഈക്വൽ ടു സി സ്റ്റാർ വിൽ ബി എന്തായിരിക്കും? എ സ്റ്റാറിന് സിമിലർ ആയിരിക്കും. കാരണം ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വെലോസിറ്റി ഓഫ് സൗണ്ടും വെലോസിറ്റി ഓഫ് ഫ്ലോയും സെയിം ആയിരിക്കും. സി സ്റ്റാർ വിൽ ബി ഈക്വൽ ടു എ സ്റ്റാർ ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 gamma RT0 divided by 2 gamma RT0 divided by gamma plus 1 വരും. റൈറ്റ്, ഇനി ഇതില് ഇത് നോക്കിയ ഈ ഗാമ RT0 എന്താ? ഇതൊരു ടേം ഉണ്ട്, ഗാമ RT0. ഓക്കെ, ഗാമ RT0 എന്താ? എ നോട്ട് ആയിരിക്കും അല്ലെ? സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ട് ആയിരിക്കും. സോ ആ എ നോട്ട് ടേം നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്തു. RT0 എ നോട്ട് ആക്കി എഴുതി അതിനെ ലെഫ്റ്റ് LHS
ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. സി സ്റ്റാർ ബൈ എ നോട്ട് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബൈ എ നോട്ട് ഈക്വൽ ടു എന്ത് വരും? ടു റൂട്ട് ഓഫ്, പിന്നെ ഇവിടെ ബാക്കി എന്താ ഗാമ ആർ ടി സീറോ പിന്നെ ബാക്കി എന്തായാലും 2 ബൈ ഗാമ പ്ലസ് 1 ആയില്ലേ? റൂട്ട് ഓഫ് 2 ബൈ ഗാമ പ്ലസ് 1, റൈറ്റ്? ഇനി ടി സീറോ ബൈ ടി സ്റ്റാർ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതുപോലെ ടി സീറോ ബൈ ടിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് അതിന്റെ ടി സീറോ ബൈ ടിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ടി സീറോ ബൈ ടി സ്റ്റാറിലാണ് എം പോയിട്ട് ഗാമ പ്ലസ് 1/2 വരുന്നത്. എം ഈക്വൽ ടു 1 കൊടുത്ത് ടിക്ക് ടി സ്റ്റാർ കൊടുത്തിട്ടാണ് ഈ ഫോമാറ്റ് വരുന്നത്. അല്ലാതെ ഇതിന്റെ ജനറൽ ഫോമാറ്റ് ഉണ്ടല്ലോ, അതിന് രണ്ടിനെയും ഒന്ന് റേഷ്യോ എടുത്ത് എഴുതി എന്ത് വരും? ടി സ്റ്റാർ ബൈ ടി ഈസ് ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് 1 ഇൻറ്റു എം സ്ക്വയർ. ഈ ഒരുപാട് റിലേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ട. ഇത് ഒരുവിധം റിലേഷൻസ് ഒക്കെ നമ്മളെ ഇതിലുണ്ട്, ഡാറ്റാ ബുക്കിലുണ്ട്. മകപ്പ് ചെയ്ത് നിൽക്കാന്ന് മനക്കണ്ട. ഒരുവിധം ഡാറ്റാസ് എല്ലാം ഇതിലുണ്ട്, ഡാറ്റാ ബുക്കിലുണ്ട് നമ്മൾ തന്നെ, റൈറ്റ്? ഇനി ടി സ്റ്റാർ ബൈ ടി സി ഈക്വൽ ടു 2 ബൈ ഗാമ പ്ലസ് 1 ഇക്വേഷൻ വരും. ദെൻ നമ്മളെവിടെ കൊടുക്കുന്നു? നമ്മളെ സ്റ്റഡി ഫ്ലോ ഇക്വേഷനിലേക്ക് കൊടുത്താൽ എന്ത് വരും? സ്റ്റഡി ഫ്ലോ ഇക്വേഷനിൽ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഹാഫ് സി സ്ക്വയർ ഉണ്ട് ഒരു പാർട്ട്, ദെൻ ഹാഫ് സി മാക്സ് സ്ക്വയർ ഉണ്ട്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ സ്റ്റാർ ഇൻറ്റു ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 വരും, റൈറ്റ്? ഈ സിമിലർ ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ഫോമാറ്റ് ഡിഫറെന്റ് ഫോമാറ്റ് ആണ്. ഈ പറഞ്ഞ ഇക്വേഷൻസിനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഇതെല്ലാം കൂടി ബൈഹാർട്ട് ആക്കുമെന്ന് വേണ്ട. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഫോമാറ്റിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചാൽ മതി. ഇത്രയും ഫോമാറ്റിൽ നമുക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ എഴുതിയാൽ നമുക്ക് തരുന്ന പാരാമീറ്റേഴ്സ് ചിലപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് ആവാം, അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ആവാം, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആവാം, അതും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ആവും. ഏതെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സ് തരുവയ്യ പ്രോബ്ലത്തിന്. തരുന്ന പാരാമീറ്റർ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ബേസ് ഇക്വേഷൻസിന് വെച്ചിട്ട് ഒന്ന് ഇന്റർ റിലേറ്റ് ചെയ്ത് നോക്കിയാൽ ഈ ഇക്വേഷൻസ് ഒക്കെ വരും, ഇതിന്റെയൊക്കെ കണക്റ്റഡ് ആണ് എല്ലാം. അപ്പൊ ആ തരത്തിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിനെയൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട, ഇതിനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി ഡാറ്റാ ബുക്കിലുണ്ടാവും. ഇതിനെയൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയാൽ മതി, റൈറ്റ്? ഇനി മാക്സിമം ഫ്ലൂയിഡ് വെലോസിറ്റി. മാക്സിമം ഫ്ലൂയിഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മള് അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടോ? എന്താ അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ? എച്ച് നോട്ട് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്താൽപ്പിന്റെ ഇക്വേഷൻ ആണ്. എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഹാഫ് സി സ്ക്വയർ വരും. എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഹാഫ് സി സ്ക്വയർ. ഇതിനകത്ത് രണ്ട് പാർട്ട് ഉണ്ട്. ടോട്ടൽ, അതായത് ടോട്ടൽ എന്താൽപ്പിക്ക് രണ്ട് കമ്പോണന്റ്, അല്ലെങ്കിൽ ടോട്ടൽ എനർജിക്ക് രണ്ട് കമ്പോണന്റ്. സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ടോട്ടൽ പ്രഷർ, ടോട്ടൽ വെലോസിറ്റി. സ്റ്റാഗ്നേഷൻ എന്താൽപ്പിക്ക്, സ്റ്റാഗ്നേഷൻ എനർജിക്ക്, ടോട്ടൽ എനർജിക്ക് എന്ന് പറയും. സോ ടോട്ടൽ എനർജിക്ക് രണ്ട് കമ്പോണന്റ്, ഒന്ന് എൻതാൽപി കമ്പോണന്റ് അതായത് എച്ച്, മറ്റൊന്ന് കൈനറ്റിക് എനർജി കമ്പോണന്റ് എന്താണ് ഹാഫ് സി സ്ക്വയർ. സപ്പോസ് നമുക്ക് ഈ കൈനറ്റിക് എനർജി കമ്പോണന്റ് അങ്ങ് 0 ആയി നോക്കും. അപ്പൊ എന്താ? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ എനർജിയാണ്. അതായത് എൻതാൽപി കമ്പോണന്റ് കംപ്ലീറ്റ് എന്താണ്? സ്റ്റാഗ്നേഷൻ എൻതാൽപി കമ്പോണന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ എൻതാൽപി കമ്പോണന്റ് മാത്രമാണ്. ഇനി റിവേഴ്സ് ആണെങ്കിലോ, എൻതാൽപി കമ്പോണന്റ് 0 ആയാൽ കംപ്ലീറ്റ് എന്താണ്? കൈനറ്റിക് ടേം ആണ്, കൈനറ്റിക് എനർജിയാണ്. എച്ച് 0 ആയാൽ എന്താവും? കംപ്ലീറ്റ്ലി കൈനറ്റിക് കണ്ടീഷൻ ആവും. ആ കൈനറ്റിക് കണ്ടീഷൻ വരിക എന്ന് പറഞ്ഞാൽ സി എന്താവും? സി മാക്സിമം, റൈറ്റ്? ഈ കറസ്പോണ്ടിങ് കണ്ടീഷനിൽ വെലോസിറ്റി വിൽ ബിക്കം മാക്സിമം വെലോസിറ്റി. അപ്പൊ ആ വെലോസിറ്റിയാണ് എന്ത് നമ്മൾ പറയാം? സി മാക്സ് അല്ലെങ്കിൽ മാക്സിമം ഫ്ലൂയിഡ് വെലോസിറ്റി എന്ന് പറയും. ഇനി എച്ച് 0 ആവുന്ന കണ്ടീഷനിൽ നമുക്ക് എന്തൊരു പറയാം? എച്ച് 0 ആവുമ്പോൾ എപ്പോഴാണ്? ടി 0 ആവുമ്പോഴാണ് എച്ച് 0 ആവുക. അതായത് നമ്മള് ഒരു അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ കണ്ടീഷനിലേക്ക് ഫ്ലൂയിഡിനെ ആക്സിലറേറ്റ് ചെയ്യും. ഒരു ഇമാജിനറി ഫ്ലോ ആണ്. നമ്മളൊരു അങ്ങനെ ഒരു ഇമാജിനറി കണ്ടീഷൻ എടുക്കുന്നതാണ്. ഒരു ഇമാജിനറി കണ്ടീഷൻ എടുക്കുന്ന നമ്മൾ പറയാണ് ഒരു അഡിയബാറ്റിക്കലി ആക്സിലറേറ്റ് ചെയ്യും. ഒരു അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലേക്ക് ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ ടി എന്താവും? 0. ടി 0 ആവുമ്പോൾ എന്താവും? എച്ച് വാല്യൂ 0 ആയിക്കും, റൈറ്റ്? എച്ച് 0 ആയ എന്താവും? അഡിയബാറ്റിക് ഇക്വേഷനിൽ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എന്താവും? കൈനറ്റിക് എനർജി കമ്പോണന്റ് മാത്രം. അങ്ങനെ കൈനറ്റിക് എനർജി കമ്പോണന്റ് ആവുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താവും? ഹാഫ് സി സ്ക്വയർ ആവും. ആ സി ആണെന്ത്? മാക്സിമം വെലോസിറ്റി. അപ്പൊ ഇക്വേഷൻ എന്താവും? എച്ച് 0 ഇസ് ഈക്വൽ ടു ഹാഫ് സി മാക്സ് സ്ക്വയർ ആവും. ഹാഫ് സി മാക്സ് സ്ക്വയർ. നമ്മൾ ഓൾറെഡി അഡിയബാറ്റിക് എനർജി ഇക്വേഷൻസ് പറയുന്ന സമയത്ത് ഇത് പറഞ്ഞാണ് അല്ലെ? സി മാക്സ് ഈക്വൽ ടു ഹാഫ് സി മാക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് 0 വരും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എന്ത് വരും? സി മാക്സ് ഈക്വൽ ടു
റൂട്ട് ഓഫ് 2h0 വരും. റൂട്ട് ഓഫ് 2h0 വരും അല്ലേ? സോ സി മാക്സ് ഇനി പെർഫെക്റ്റ് ഗ്യാസിനാകുമ്പോ എച്ച് എന്താ, എച്ച് നോട്ട് എന്താ, സി പി ടി നോട്ട് ആണ്. സി പി ടി നോട്ട് ആണ്. സോ സി പി എന്താ, ഗാമ ആർ ബൈ ഗാമ മൈനസ് 1. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ് അല്ലേ? തെർമോഡൈനാമിക്സിനും അതിന് മുന്നേടെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ആണ്. സി പി എന്താ, ഗാമ ആർ ബൈ ഗാമ മൈനസ് 1. സോ സി മാക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഗാമ ആർ ടി 0 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഇനി ഗാമ ആർ ടി 0 എന്താ, എ നോട്ട് ആണ് അല്ലെ? ഗാമ ആർ ടി 0 എന്ന് പറയുന്നത് എ നോട്ട് ആണ്. ആ എ നോട്ടിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ സി മാക്സ് ബൈ റൂട്ട് ഓഫ് 2 ബൈ ഗാമ മൈനസ് 1 എന്ന് പറയുന്നത്, സി മാക്സ് ബൈ റൂട്ട് ഓഫ് 2 ബൈ ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സി മാക്സ് ബൈ എ നോട്ട് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ ഗാമ മൈനസ് 1 വരും. സോ ഗാമ വാല്യൂ എയർ ആണെങ്കിൽ, പെർഫെക്റ്റ് ഗ്യാസിനെ എയർ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ ഗാമ വാല്യൂ 1.4 കൊടുത്ത് ഇറ്റ് വിൽ ബിക്കം 2.24. സോ ദീസ് ആർ ദ 4 സ്റ്റാൻഡേർഡ് റെഫറൻസ് വെലോസിറ്റി. ഏതൊക്കെയാ? ഒന്ന് ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട്, പിന്നെ ഒന്ന് സ്റ്റാഗ്നേഷൻ സ്പീഡ് ഓഫ് സൗണ്ട്, then critical velocity, then maximum fluid velocity, right? ഇതിനോടൊരു ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം, റെഫറൻസ് വെലോസിറ്റിനെ കുറിച്ച് നോട്ട് എഴുതാനോ അതുപോലെയുള്ള തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് പിന്നെ വരാറ്, റൈറ്റ്? ഇനി ഇതിന് പുറമെ വരുന്ന ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലത്തിലൊക്കെ വരാൻ സാധ്യതയുള്ള വരുന്ന ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ ആണെന്ത്, ക്രോക്കോ നമ്പർ എന്ന് പറയും. കംപ്രസിബിൾ ഫ്ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ ആണെന്ത്, ക്രോക്കോ നമ്പർ, റൈറ്റ്? ക്രോക്കോ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സി ആർ എന്ന് വെച്ചിട്ടാണ്. സി സഫിക്സ് ആർ, സി ആർ. ഇനി ക്രോക്കോ നമ്പർ എന്താ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി ടു മാക്സിമം ഫ്ലൂയിഡ് വെലോസിറ്റി. നമ്മൾ ഇപ്പുറം പറഞ്ഞ മാക്സിമം ഫ്ലൂയിഡ് വെലോസിറ്റി ഉണ്ടോ, സി മാക്സ്, നോർമൽ ഫ്ലൂയിഡ് വെലോസിറ്റി ഉണ്ടോ, ഇത് തമ്മിലുള്ള റേഷ്യോ ആണെന്ത്, ക്രോക്കോ നമ്പർ എന്ന് പറയുന്നത്. സോ ക്രോക്കോ നമ്പർ ഇസ് ദ റേഷ്യോ ഓഫ് സി ബൈ സി മാക്സ്. ഒരു പ്രോബ്ലം എഴുതിയെടുത്ത് എല്ലാവരും നോട്ട് എടുക്കും. എന്തൊരു പ്രോബ്ലം എഴുതിയ, an air jet at 400 Kelvin has sonic velocity. An air jet at 400 Kelvin has sonic velocity. Then determine first one, velocity of sound at 400 Kelvin. Velocity of sound at 400 Kelvin. Then velocity of sound at stagnation condition. Velocity of sound at stagnation condition. Maximum velocity of jet. Stagnation enthalpy. Then Crocco number. എഴുതിയാം? എഴുതിയില്ലേ? പ്രോബ്ലം എഴുതിയില്ലേ? സാർ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിന്റെ മെറ്റീരിയൽസ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അത് ചെയ്തരാം, ഒന്നും പഠിക്കണം. എല്ലാ മെറ്റീരിയലും അയച്ചുതരാം. മെറ്റീരിയൽസ് ഇത് സോഫ്റ്റ് കോപ്പി, ടെക്സ്റ്റിന് സോഫ്റ്റ് കോപ്പി ഇല്ല, നോട്ട്സ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഇട്ടേക്കാം. നോട്ട്സ് സ്ലൈഡ്സ് ഒക്കെ ഇട്ടേക്കാം. ഓക്കെ, എഴുതിയില്ലേ? ഓക്കെ ഓക്കെ, ഒന്ന് ചെയ്തു നോക്കിയേ. വെറുതെ എഴുതി നോക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ തന്ന ഡാറ്റാസ് ഒന്ന് എടുത്ത് എഴുതും. എന്തൊക്കെയാ തന്ന ഡാറ്റാസ്? നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാ? പറ. തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാ? 400 Kelvin. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 400 Kelvin. അത് വെച്ചിട്ട് ഫസ്റ്റത്തെ കണ്ടീഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. ഫസ്റ്റത്തെ എന്താ? ലോക്കൽ വെലോസിറ്റി ഓഫ് എന്താ ഇക്വേഷൻ വരിക? ഇക്വേഷൻ എന്താണ് വരിക? പറ, ഇക്വേഷൻ എന്താ വരിക?
പറയടാ, എന്താടാ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? എന്താടാ ലോക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് ഗാമ ആർ ടി വരും. ആ, റൂട്ട് ഓഫ് ഗാമ ആർ ടി വരും. സോ ഗാമ വാല്യൂ എന്താ? എയർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ലേ? ഫ്ലോ എയർ, എയറിന്റെ വാല്യൂ എത്രയാണ്? സോറി, ഗാമ വാല്യൂ എത്ര? എയറിന്റെ 1.4 വരും. സോ ആർ വാല്യൂ എന്ത് വരും? 287 വരും. സോ അങ്ങനെ വരുമ്പോ എന്താ? ടി വാല്യൂ തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി. 428. കാൽക്കുലേറ്റർ ആരും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലല്ലോ? ഉണ്ടോ കാൽക്കുലേറ്റർ? 400 മീറ്റർ പെർ സെക്കൻഡ് വരും. Then second question, A നോട്ട് കണ്ടുപിടിക്കാം. A നോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? A നോട്ട് ഇക്വേഷൻ എന്താ? ഗാമ ആർ ടി സീറോ ഗാമ ആർ ടി നോട്ട്. ഓക്കെ, സോ ഗാമ ആർ ടി നോട്ടിൽ ടി നോട്ട് നമുക്ക് വേണം. ടി നോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? എഴുത്, നിങ്ങളായിട്ട് തന്നെ എഴുതേണ്ടിട്ട് കൂടുതൽ പറയാണ്ട് പറയുന്നു. ടി നോട്ട് ഇക്വേഷൻ എന്തൊക്കെയാ? ഗാമ പ്ലസ് 1/2. ഗാമ പ്ലസ് 1/2. ഗാമ പ്ലസ് 1/2 വരും. കറക്റ്റ്. എന്നിട്ട് അതിൽ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ടി നോട്ട് കണ്ടുപിടിക്കാം. സോ ടി നോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പിടിക്കാം? എ നോട്ട് കിട്ടിക്കൂടെ? അല്ലേ? എ നോട്ട് വാല്യൂ അപ്രോക്സിമേറ്റ്ലി 439 വരും. 439.162 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓൾമോസ്റ്റ്. Then third one, maximum velocity കണ്ടുപിടിക്കണം. മാക്സിമം വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? Cmax square by 2 is equal to A naught square by gamma minus 1. നമ്മൾ അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ പറഞ്ഞില്ലേ? 3 ടേം, H0 എന്ന് പറഞ്ഞ 3 ടേം ഇല്ലേ? അതിന്റെ അകത്തിൽ 2 ടേം എന്തൊക്കെയാ? ഒന്ന് Cmax square by 2 ആണ്. എന്താടാ? സാർ രണ്ടാമത് വെലോസിറ്റി സൗണ്ട് സാച്ചുറേഷൻ കണ്ടീഷൻ ഇല്ല. ഹലോ, എടാ നീ പറയുന്നതൊക്കെ മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ഇല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? സാർ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഹലോ, സാർ? ഉണ്ട്, പറ. സാർ രണ്ടാമത്തെ കണ്ടീഷന്റെ ഒന്നും കൂടി പറഞ്ഞ ഇക്വേഷൻ കഴിക്കോ? നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് കണ്ടീഷൻ, ഏത് തേർഡ് ഇക്വേഷൻ? അല്ല, സെക്കൻഡ്. എ നോട്ടാ? എ നോട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനാ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിന് ടി സീറോ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ ഏതാ ഇക്വേഷൻ? എ നോട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഗാമ ടി സീറോ കണ്ടുപിടിക്കാൻ. അതിന് ടി സീറോ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ടി സീറോ ഇക്വേഷൻ പറഞ്ഞില്ലടാ. T0 by T is equal to 1 plus gamma minus 1 divided by 2 into m square. ഇവിടെ പറഞ്ഞില്ലേ? ടി സീറോ ബൈ ടി സ്റ്റാർ ഒക്കെ പറഞ്ഞില്ലേ? ഗാമ പ്ലസ് 1/2 വരുന്നത്. മാക് നമ്പർ പ്രോബ്ലത്തിൽ സോണിക് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാക് നമ്പർ എന്താവും? 1 ആവും. മാക് നമ്പർ 1 ആവുമ്പോ എന്താവും? ഇത് ഗാമ പ്ലസ് 1/2 ഫോമിലേക്ക് വരും. അല്ല ബേസിക് ആയിട്ട് ഇക്വേഷൻ ആണെങ്കിൽ എന്ത് വരും? ഇത് വരും. ടി സീറോ ബൈ ടി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1/2 എം സ്ക്വയർ വരും. ഇതിൽ എം ഈക്വൽ ടു 1 കൊടുത്താൽ എന്താ വരിക? ഗാമ പ്ലസ് 1/2 കിട്ടുമല്ലോ. ഇതിനകത്ത് ടി നോട്ട് കണ്ടുപിടിക്കുക. ടി നോട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? എ നോട്ട് കണ്ടുപിടിക്കുക. ഗാമ ആർ ടി സീറോ. ഇനി അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ വെച്ചിട്ട് എന്ത് എഴുതുക? Cmax square by 2 is equal to A naught square by gamma minus 1 വരും.
ഇത് വെച്ചിട്ട് ഇവിടെ സെക്കൻഡ് ഫോം നോക്ക്. സി മാക്സ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എ നോട്ട് സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 വരും. ഇനി ഇതിന്റെ അകത്ത് എന്തിട്ട് നമ്മൾ ഓൾറെഡി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എ നോട്ട് കണ്ടുപിടിച്ചു അല്ലേ? എ നോട്ട് കണ്ടുപിടിച്ചു. സോ നമുക്ക് എന്ത് കിട്ടും? സി മാക്സ് കിട്ടും. കറക്റ്റ്. നമുക്ക് എന്ത് കിട്ടും? സി മാക്സ് കിട്ടും അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാം. എല്ലാത്തിന്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കി. ഇതായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സി മാക്സ് ഈക്വൽ ടു 981.9 മീറ്റർ പെർ സെക്കൻഡ് വരും. റൈറ്റ്? ഇവിടെ കേൾക്കണ്ടോ? സാർ എന്നാ കാൽക്കുലേഷൻ ഒന്ന് കാണിക്കുക. കാൽക്കുലേഷൻ പാർട്ടി ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്തിട്ട് ഞാൻ നാളത്തേക്ക് ഇട്ടുതരാണെങ്കിൽ. സാറിപ്പം പറയുന്നൊന്നും മനസ്സിലാക്കിയില്ല അവസാനത്തോട്ട്. ക്ലിയർ ഇല്ലാത്തോണ്ടാ? വോയിസ് ഇല്ലാത്തോണ്ടാ? അല്ല, മറ്റേ അവസാനത്തെ കണ്ടീഷൻ കാര്യങ്ങൾ സാർ ഇപ്പം പറഞ്ഞു പോയിട്ടില്ല, അതൊന്നും ഓടിയിട്ടില്ല. ഏത് കണ്ടീഷൻ? A0 ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് എഴുതാൻ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. A0 ഈക്വൽ ടു എന്താ വരിക? ഗാമ T0 അല്ലേ? നോക്കാം, നമുക്ക് നാളത്തെ ഡിസ്കസ് ചെയ്യാൻ പ്രശ്നമാക്കണ്ട. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്ക്. കിട്ടുന്നുണ്ടോ മാക്സിമം. നോക്കില്ല നമുക്ക് നാളെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. അഭിരാം പി സുരേഷ് ഉണ്ടാവും. അറ്റൻഡൻസ് പറയണം. ഓക്കെ. അബിൻ ജോഷി, ആദർശ് കെ കെ, അക്ഷയ് കെ എം, ആൽബിൻ തോമസ്, അമൽ കെ പി, അമൽ കെ സന്തോഷ്, അമൽ. ബാക്കിയിലോട്ടൊരു മൈക്ക് ഓൺ ഓഫ് ആക്കി വെക്കണം. ബാക്കിയിലോട്ടൊരു മൈക്ക് ഓഫ് ആക്കി. അമൽ എം, അനന്തു പി, അനുരാഗ്, ആശ്രയ്, ആശ്രയ് ഇല്ല. ആശ്രയ് ഉണ്ടോ? അശ്വിൻ, ഭഗത്, ദിജിൻ, ഫസിയുദ്ദീൻ, ഗോകുൽ, ഗോകുൽ മുരളീധരൻ. സോറി, ഗൂഗിൾ ഇല്ല. സോറി. ഓക്കെ, ജിജോ. ജിജോ ഇല്ലേ? പോയാ? ജിതിൻ സി, സാർ. കാർത്തികൻ, മൃദുൽ, സൂരജ്, സാർ ഞാനുണ്ട് സാർ. രാഹുൽ. ഓക്കെ, രാഹുൽ, സൂരജ്, സാർ പ്രസന്റ്. ഗൗരവ്, പ്രസന്റ് സാർ. ശ്രീരാഗ്, പ്രസന്റ് സാർ. വൈശാഖ്, വൈഷ്ണവ്, പ്രസന്റ് സാർ. പി കെ, വൈഷ്ണവ് പി കെ, പ്രസന്റ് സാർ. വസീം, ദിനിൽ, സാർ. ജിഷ്ണു, ജിഷ്ണു മോഹൻ, നിഖിൽ, കൗശിക്, വിഷ്ണു എം പി, സാർ. തേജസ്, ആകാശ്, അഭിനവ്, സച്ചിൻ, തുഷാർ. ഉണ്ട്. ഓക്കെ, എല്ലാരും ഉണ്ടല്ലോ? ഹലോ സാർ. ജിജോ. ഗൂഗിളും ഉണ്ട്. ഓക്കെ. ആരും അബ്സെന്റ് ഇല്ല. ഓക്കെ, താങ്ക് യു. ആ പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കിട്ടിയില്ലേ നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ.